വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ളൊരു അടുപ്പ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ റൗണ്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല, സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് സ്ക്വയർ ആക്കിയിട്ടും അങ്ങനെ എടുക്കുക കേട്ടോ. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ളൊരു 6 or 7 ഒക്കെ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് എത്ര എണ്ണം വേണം അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 8 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, റൗണ്ടിലാക്കിയിട്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു 1/2 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്കാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബദാമും അതേപോലെ തന്നെ കാഷ്യൂനട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം തന്നെ പാൽപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ആ ബ്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബാക്കി വന്നിട്ടുള്ള പീസില്ല, അത് വെച്ചിട്ട് നമ്മൾ വേറൊരു റെസിപ്പിയും കൂടെ തയ്യാറാക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് തിക്കായി വരുന്നത് നമ്മൾ അതിൽ പാൽപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, അടുത്തതായിട്ട് ഇതിൽ നിന്ന് ഒരു പീസ് എടുക്കാം. എന്നിട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ട് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും തൊട്ട് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ കേട്ടോ. ഇനി ഈ ഒരു സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുള്ളതിന് മുകളിൽ ഇതുപോലെ വേറൊന്നും കൂടി വെച്ചിട്ട് സൈഡൊക്കെ നന്നായിട്ടൊന്ന് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കും, നല്ല തിക്കായിട്ടുള്ളതല്ലേ. എന്നിട്ട് ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ടോട്ടലായിട്ട് 5 എണ്ണം ആട്ടോ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പോളം പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം റോസ് സിറപ്പാട്ടോ. അപ്പോൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു കളർ ചേഞ്ചിനും പിന്നെ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും നമ്മളെ ബ്രെഡിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്തായിട്ട് വേണ്ടത് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആട്ടോ. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കുക. ഇനി നമ്മൾ ഇതുപോലെ ആക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഈ പാലിൽ മുക്കിയിട്ട് ഇതുപോലെ ആക്കി എടുക്കുക കേട്ടോ. സൈഡൊക്കെ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക. അതിന് ശേഷം നമ്മളുണ്ടല്ലോ ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് ജസ്റ്റ് ഇതൊന്ന് മുക്കിയെടുക്കുക. അതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ റെസിപ്പി. നല്ല സിമ്പിളാണ്, നമുക്ക് തീ പോലും ഒന്നും കത്തിക്കേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്താൽ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിസ്ത ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഇതുപോലെ അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്കും കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.